കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ സമീപ തദ്ദേശ സ്ഥാനങ്ങളിലേക്ക് കണ്ണുനട്ട് നിൽപ്പാണ് മട്ടന്നൂർ നഗരസഭ. കണ്ണൂർ ജില്ല ഡിസംബർ 11 പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മട്ടന്നൂർ തദ്ദേശ തിരഞ്ഞെടുപ്പിനായി ഇനിയും കാത്തിരിക്കണം. 2 വർഷത്തിനു ശേഷം എത്തുന്ന തിരഞ്ഞെടുപ്പിനായുള്ള കോപ്പുകൂട്ടലാവും പിന്നീട്. 2022 തിരഞ്ഞെടുപ്പിലൂടെ മട്ടന്നൂർ നഗരസഭയിൽ അധികാരത്തിലെത്തിയ ഭരണസമിതിക്ക് ഇനി 2027 സെപ്റ്റംബർ വരെ കാലാവധിയുണ്ട്. ഇതാണ് മട്ടന്നൂരിനെ 2025 തദ്ദേശ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വേറിട്ട് നിർത്തുന്നത്. 1990 മുതൽ വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമപ്രശ്നത്തിന്റെ തുടർച്ചയാണ് മട്ടന്നൂരിനെ തുടർന്നിങ്ങോട്ട് വ്യത്യസ്തമാക്കുന്നത്. 1990 EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കെയാണ് മട്ടന്നൂർ പഞ്ചായത്തിനെ നഗരസഭയാക്കിയത്. 1991 വന്ന UDF സർക്കാർ മട്ടന്നൂരിനെ വീണ്ടും പഞ്ചായത്താക്കി. അതിനെതിരെ LDF നിയമവഴിക്കിറങ്ങി. 1997 EK നായനാർ സർക്കാർ തിരിച്ചെത്തിയപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ മട്ടന്നൂരിനെ വീണ്ടും നഗരസഭയാക്കി ഉത്തരവിറക്കി. മറ്റിടങ്ങളിലെല്ലാം 1995 തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിയമക്കുരുക്കിൽപ്പെട്ട മട്ടന്നൂരിൽ 1997 തിരഞ്ഞെടുപ്പ് നടത്താനായത്. ഇതിന്റെ തുടർച്ചയായി നാടെങ്ങും തിരഞ്ഞെടുപ്പ് ചൂടിലായിരിക്കുമ്പോൾ മട്ടന്നൂർ പുറമെ ശാന്തമായിരിക്കും. 2 വർഷം കഴിഞ്ഞു വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പെന്ന ജനാധിപത്യത്തിന്റെ ആഘോഷത്തിനായി. തെരഞ്ഞെടുപ്പില്ലെങ്കിലും മട്ടന്നൂരിലെ നേതാക്കളും പ്രവർത്തകരും അടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. 2025 മണ്ഡല പുനർനിർണയത്തിന് ശേഷം 35 ഡിവിഷനുകളാണ് മട്ടന്നൂർ നഗരസഭയിൽ ഉള്ളത്. ഇവയിലേക്ക് 2027 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ശ്രദ്ധാകേന്ദ്രം മട്ടന്നൂരാകും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.